ഒരു വ്യത്യസ്ത ഡേറ്റിംഗ് സിദ്ധാന്തത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സ്ത്രീകളെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് സാധാരണ പറയാറുണ്ട്. അങ്ങനെ മനസ്സിലാക്കാൻ കഴിയാതെ ഡേറ്റിംഗിൽ ഉൾപ്പെടെ പതറുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതൊന്ന് കേൾക്കണം. ഡേറ്റിംഗ് ലോകത്ത് എപ്പോഴും പുതിയ പ്രവണതകളും സിദ്ധാന്തങ്ങളും ഉയർന്നു വരാറുണ്ട്. മില്ലനിയൽ തലമുറയേക്കാൾ വേഗത്തിൽ ജെൻസിക്കാർ പുതിയ ഡേറ്റിംഗ് രീതികൾ സ്വീകരിക്കുമ്പോൾ തികച്ചും വിചിത്രവും വിവാദപരവുമായ ഒരു സിദ്ധാന്തം ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. പുരുഷന്മാരെ പരസ്യമായി വെറുക്കുന്നു എന്ന് പറയുന്ന സ്ത്രീകൾ യഥാർത്ഥത്തിൽ ഏറ്റവും മികച്ചതും വിശ്വസ്തരുമായ പങ്കാളികളായിരിക്കുമെന്നതാണ് ആ പുതിയ സിദ്ധാന്തം. ഈ ആശയം ആദ്യമായി കേൾക്കുമ്പോൾ വിരോധാഭാസമായി നിങ്ങൾക്ക് തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ ശക്തമായ ചില ന്യായീകരണങ്ങളുണ്ടെന്ന് സോഷ്യൽ മീഡിയയും ഡേറ്റിംഗ് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ഈ സ്ത്രീകൾ യഥാർത്ഥത്തിൽ ആഴത്തിലുള്ള സ്നേഹത്തിനും പ്രതിബദ്ധതയ്ക്കും സാധ്യതയുള്ളവരാണെന്ന് പലരും വാദിക്കുന്നുണ്ട്. ഈ സ്ത്രീകൾ തങ്ങളുടെ പുരുഷ വിദ്വേഷം ഒരു അരിപ്പയായി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു മറയായി ഉപയോഗിക്കുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത്. തങ്ങളെ മുൻപ് വേദനിപ്പിച്ച അല്ലെങ്കിൽ നിഷേധാത്മകമായ പെരുമാറ്റ രീതികൾ പിന്തുടരുന്ന പുരുഷന്മാരെ ഒഴിവാക്കാനുള്ള ഒരു മാർഗം മാത്രമാണ് ഇത്. അവർ വാക്കുകളിലല്ല പ്രവൃത്തികളിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്നവരെയല്ല, മറിച്ച് തങ്ങളുടെ പ്രവൃത്തികളിലൂടെ സ്നേഹവും ബഹുമാനവും തെളിയിക്കുന്നവരെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സ്ത്രീകൾ എല്ലാ പുരുഷന്മാരെയും വെറുക്കുന്നവരല്ല, മറിച്ച് തങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരാണ്. മുൻകാല ബന്ധങ്ങളിൽ നിന്നും ലഭിച്ച മോശം അനുഭവങ്ങൾ, വഞ്ചന അല്ലെങ്കിൽ ബഹുമാനക്കുറവ് എന്നിവയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു പ്രതിരോധ കവചമാണ് അവരുടെ ഈ വിദ്വേഷം. ഈ പ്രതിരോധം തങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനും വീണ്ടും മുറിവേൽക്കപ്പെടാതിരിക്കാനും ആണ് അവരെ സഹായിക്കുന്നത്. എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല എന്ന ഒരു വാചകം ഒരു പ്രതിരോധമായി മാത്രം ഉപയോഗിക്കാതെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന പങ്കാളികളെയാണ് അവർ തേടുന്നത്. പുരുഷന്മാരെക്കുറിച്ച് അവർ വിമർശിക്കുന്ന കാര്യങ്ങൾ തന്നിലില്ലെന്ന് പ്രവൃത്തിയിലൂടെ തെളിയിക്കുന്ന ഒരാളെയാണ് ഇത്തരം സ്ത്രീകൾക്ക് ആവശ്യം. ആധുനിക ഡേറ്റിംഗ് എന്നത് കേവലം ആകർഷണത്തിനപ്പുറം വ്യക്തിപരമായ മൂല്യങ്ങൾ, മാനസിക പൊരുത്തം, പരസ്പര ബഹുമാനം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പുകളുടെ വരവോടെ തെരഞ്ഞെടുപ്പുകൾ വർദ്ധിച്ചു. അതോടൊപ്പം വഞ്ചനയ്ക്കും ഉപരിപ്ലവമായ ബന്ധങ്ങൾക്കുമുള്ള സാധ്യതകളും കൂടി. ഈ സാഹചര്യത്തിൽ ആളുകൾ കൂടുതൽ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും പങ്കാളികളെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നു. വിവിധ ഡേറ്റിംഗ് സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേതാണ് ഗോസ്റ്റിംഗ്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഒരു ബന്ധത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതിനെയാണ് ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ബ്രെഡ് ക്രംബിംഗ്. അത് ചെറിയ വാഗ്ദാനങ്ങളും സന്ദേശങ്ങളും ഒക്കെ നൽകി ഒരാളെ പ്രതീക്ഷയിൽ ഇങ്ങനെ നിർത്തുക, പക്ഷെ ഒരു യഥാർത്ഥ ബന്ധത്തിന് ശ്രമിക്കാതിരിക്കുക. അതാണ് ബ്രെഡ് ക്രംബിംഗ് എന്ന് പറയുന്നത്. ലവ് ബോംബിംഗ് ആണ് അടുത്തത്. ഒരു ബന്ധത്തിൻ്റെ തുടക്കത്തിൽ അമിതമായ സ്നേഹവും ശ്രദ്ധയും നൽകി പങ്കാളിയെ സ്വാധീനിക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. ഇത് തുടർന്നും ഉണ്ടാകുമോ എന്നത് ഒരു ചോദ്യമാണ്, അതവിടെ നിൽക്കട്ടെ. അടുത്തത് ഫ്യൂച്ചർ പ്രൂഫിംഗ്. ഒരു ബന്ധം അതിൻ്റെ ആരംഭത്തിൽ തന്നെ ഭാവിയെക്കുറിച്ചുള്ള വലിയ വാഗ്ദാനങ്ങൾ നൽകി മുന്നോട്ട് കൊണ്ടുപോവുക. അതിലൂടെ ആ ബന്ധം തകരുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം കുറയ്ക്കുക. മറ്റെല്ലാ മനുഷ്യരെയും വെറുക്കുന്ന ഒരാൾ താൻ ആഗ്രഹിക്കുന്ന, താൻ സ്നേഹിക്കുന്ന ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി സ്വന്തം ജീവിതം പോലും മാറ്റിവെക്കാൻ തയ്യാറായേക്കാം. ഇവർ മറ്റ് മനുഷ്യരുമായി ആശയവിനിമയം നടത്താൻ മടിക്കുന്നവരോ അല്ലെങ്കിൽ അവരെ വിശ്വസിക്കാൻ മടിക്കുന്നവരോ ആയിരിക്കാം. അതിനാൽ തന്നെ തനിക്ക് ലഭിക്കുന്ന ആത്മാർത്ഥമായ സ്നേഹം അവർക്ക് അമൂല്യമായ ഒന്നായിരിക്കും. പുരുഷന്മാരെ വെറുക്കുന്ന സ്ത്രീകൾക്ക് ഏറ്റവും മികച്ച പങ്കാളികളാകാൻ കഴിയുമെന്ന സിദ്ധാന്തം പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നുണ്ട്. ഈ വാദം ഒരു പുരുഷന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ ശരിയാണെന്ന് തോന്നാം. കാരണം ഈ സ്ത്രീക്ക് താൻ മാത്രമാണ് ലോകത്ത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന പുരുഷൻ എന്ന ചിന്തയാണ് അവർക്കുണ്ടാകുന്നത്. എന്നാൽ ഇതിന് മറ്റൊരു വശമുണ്ട്. ആരെയും വിശ്വസിക്കാത്ത ഒരു വ്യക്തിയുമായും ബന്ധം സ്ഥാപിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവരുടെ മനസ്സിൽ കടന്നുകൂടാനും വിശ്വാസം നേടിയെടുക്കാനും ഒരുപാട് സമയവും ക്ഷമയും ആവശ്യമാണ്. എന്നാൽ അത് സാധിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന പ്രതിഫലം വളരെ വലുതായിരിക്കും. ഒരു വ്യക്തിയുടെ മുൻകാല അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി അവരെ വിലയിരുത്തുന്നത് ശരിയല്ല. ഏതൊരു വ്യക്തിയെയും പോലെ അവർക്കും വ്യക്തിപരമായ അതിരുകളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടായിരിക്കാം. ആ അതിരുകളെ മാനിക്കുന്ന, അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പങ്കാളിയെ ലഭിക്കുമ്പോൾ അവർ പൂർണ്ണമായും തുറന്നു കൊടുക്കുകയും ആ ബന്ധത്തിന് വേണ്ടി പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുകയും ചെയ്യും. ഈ ഡേറ്റിംഗ് സിദ്ധാന്തം ഒരു ചെറിയ വിഭാഗം ആളുകളുടെ മാത്രം കാഴ്ചപ്പാടാണെങ്കിലും ഇത് ആധുനിക ഡേറ്റിംഗ് രീതികളെക്കുറിച്ചുള്ള ഒരു പുതിയ അവബോധം നൽകുന്നുണ്ട്.
ഉപരിപ്ലവമായ ബന്ധങ്ങൾക്കപ്പുറം ആത്മാർത്ഥത, വിശ്വാസം, പരസ്പര ബഹുമാനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ്.